സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെയിൽസ് ബേസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു എന്തൊക്കെയാണ് സെയിൽസ് ബേസിക്സ്, ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നാസർ ഖാൻ, എന്തൊക്കെയാണ് ഒരു സെയിൽസ്മാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബേസിക്കലി? കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു നല്ല സെയിൽസ്മാൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് 7 സ്റ്റെപ്പ്, അവൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെയിൽസ്മാന് അവൻ്റെ സെയിൽസ് ബേസിക് എന്താണെന്ന് അറിയാമെന്നുള്ളത്. അവൻ്റെ എക്സ്പെക്റ്റേഷൻ ഫ്രം ദ കമ്പനി സൈഡ്, വാട്ട് ഹിസ് കമ്പനി ഈസ് എക്സ്പെക്ടിങ് ഫ്രം ഹിം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ഹി ഹാസ് ടു ബി അവെയർ ഓഫ് ദാറ്റ് മെയിൻലി. അപ്പോൾ സെയിൽസ് ബേസിക് ആദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ്മാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കസ്റ്റമർ ബേസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻക്രീസ് ചെയ്യുക. ഒരു B2B സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിബ്യൂഷൻ നമ്പർ 1, ഈ ഹാസ് ടു ഇൻക്രീസ് ഹിസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80-20 റൂളുണ്ട്. 80% ഓഫ് സെയിൽസ് കമ്മിങ് ഫ്രം 20% ഓഫ് യുവർ കസ്റ്റമർ. ലൈഫിലും ഉണ്ട് 80-20. നമ്മൾ എന്ത് നോക്കി തിരിച്ചും മറിച്ചിട്ടാലും 80-20 റൂൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്കൊരു 10 കസ്റ്റമർ ഉണ്ട്, നിങ്ങൾക്കൊരു അവരുടെ അടുത്ത് നിന്ന് ഒരു 20% റവന്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 10 കസ്റ്റമറിൽ നിന്ന് 2 കസ്റ്റമർ മാത്രമാണ് 80% ബിസിനസ് തരുള്ളൂ, 80-20 റൂൾ പ്രകാരം. അപ്പോൾ ഈ 2 കസ്റ്റമർ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് നിന്ന് സാധനം എടുക്കൽ നിർത്തിയാൽ എന്തായിരിക്കും? നിങ്ങളുടെ കമ്പനി വീണു. അതോട് കൂടിയിട്ട് അവൻ്റെ ടാർഗറ്റ് എത്തൂല, അവൻ്റെ സെയിലും ഡ്രോപ്പ് ആവും. അപ്പോൾ കസ്റ്റമറെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്പർ 1 ബേസിക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൈസിങ് വരുന്നത്. പ്രൈസിങ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെങ്ങനെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരും എന്നുള്ളതൊരു ചോദ്യമല്ലേ. പലരും സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറുണ്ട്. ഒരു മാസത്തിലേക്ക് എത്തുന്നതിന് പകരം ഇപ്പം നമ്മൾ ഈവൺ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ പോലും നമ്മുടെ ഒരു ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. അതെ അല്ലേ, അത് തന്നെ കറക്റ്റ് വേർഡ്. ടാം, ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്. ആ മാർക്കറ്റിലേക്ക് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് അവിടെ നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. നമ്മളെ പ്രൊഡക്റ്റ് അവിടെ വിൽക്കാൻ പറ്റുന്നത് അതാണ് നമ്മളെ കസ്റ്റമർ. ആ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ടാലൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷൻ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് വെക്കണില്ലെന്നുള്ളത് നമ്മളെ വെയർ ഹൗസിൽ തന്നെ ആ സാധനം ഇരിക്കല്ലേ. അപ്പോൾ അത് ഈ ടാം കണ്ടെത്തിയിട്ട് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അഡ്രസ്സബിൾ മാർക്കറ്റിൽ തന്നെ പോയിട്ട് ബിസിനസ്, അവിടെ നിന്ന് ബിസിനസ് കിട്ടുള്ളൂ. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എവിടെ കൊണ്ടുപോയാലും നമ്മളെ സാധനം മേടിക്കണം, നമ്മളെ കസ്റ്റമർ ആരൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയും. ആ തിരിച്ചറിവ് വന്നാൽ മാത്രമേ നമുക്ക് ആ സാധനം വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങളെ ഷോപ്പ്, നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അത് 10 ഷോപ്പ് അല്ലെങ്കിൽ 100 ഷോപ്പിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 കൊടുത്തൊന്നും സെയിൽ വരും. അതല്ല, നിങ്ങളുടെ ഐറ്റംസ് 10 ഷോപ്പിൽ മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പീസേ നിങ്ങൾ പോവുള്ളൂ. അതേസമയം 100 ഷോപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ 100 പീസ് പോകും. അതാണ് വ്യത്യാസം. ഡിസ്ട്രിബ്യൂഷൻ കൂടുന്തോറും ആ ഒരു വ്യത്യാസം, നിങ്ങൾ വോളിയം സെയിലും വ്യത്യാസം വരും, നിങ്ങൾക്ക് മറ്റുള്ള ചാലഞ്ചുകളും കുറവും, നിങ്ങളുടെ റവന്യൂ വ്യത്യാസം വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിൻ്റെ നമ്പർ 1 ബേസിക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രൈസിങ്. നമ്മളെ പ്രൈസിങ് വളരെ സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളെ അതേ സാധനം വിൽക്കുന്ന നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവും. ബ്രാൻഡ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നമ്മളെ പ്രൈസ് ഒരിക്കലും നമ്മളെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രൈസിനെക്കാട്ടിലും മുകളിൽ വരാൻ പാടില്ല. ഒരിച്ചിരി 1-2 കുറവായിരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ 4.99 എന്നൊക്കെ കണ്ടിട്ടില്ലേ, എന്ന പോലെ ഒരു ചെറിയൊരു കുറവായിരിക്കണം. അതാണ് ആ വിൽക്കാൻ. ബ്രാൻഡിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ബ്രാൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ബ്രാൻഡ് ഇമോഷൻസും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ മേടിക്കുന്നത്. ബ്രാൻഡ് വാല്യൂ വരുന്നത് അവിടെ. ബ്രാൻഡിന് ചിലപ്പോൾ പ്രൈസ് ഒരു പ്രശ്നമായി വരില്ല. അതേസമയം ഈ ഒരു FMCG നമ്മൾ B2B ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസിങ് കറക്റ്റായില്ലെങ്കിൽ ആ സാധനം ആൾക്കാർ നോക്കുമോ, ഇത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ്, X ബ്രാൻഡാണ്, ഇപ്പോൾ Y ഞാൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഒരു ഇച്ചിരിയെങ്കിലും കുറവായിരിക്കണം. അല്ലെങ്കിൽ മേടിച്ചിട്ട് ഇത് നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും. പ്രൈസിങ് പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത് വരുന്നതെന്നാണ് ഈ പറഞ്ഞ പോലെ തന്നെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളൊരു വിന്നർ അടുത്തിരിക്കുമ്പോൾ
ആണ് നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് ആരാണ് അവൻ്റെ അടുത്തിരിക്കണമെന്ന് ശ്രദ്ധിക്കുന്നത്. അതെ. അപ്പോൾ അത് നമ്മൾ ഇരിക്കുമ്പോൾ കാറ്റഗറിയിൽ ആരാണ് വിന്നർ അവൻ്റെ അടുത്ത് ഇരിക്കാൻ നോക്കുക. ഫ്രണ്ട് ലൈനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുക. ഏറ്റവും ബാക്കിൽ വരുന്നു കഴിഞ്ഞാൽ ആരും നമ്മൾ ഫോട്ടോയിൽ പോലും വരില്ലല്ലോ. എന്ന പോലെയാണ് ഈ വിസിബിലിറ്റി എന്ന് പറയുന്ന സാധനം. വിസിബിലിറ്റി കറക്റ്റ് കാറ്റഗറിയിലായിരിക്കുക. ഹൈ ലെവൽ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടെങ്കിൽ കണ്ണത്തിനടുത്ത് തന്നെ സാധനം ഇരിക്കണം. നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ തല വരുമ്പോൾ ആരും ഇങ്ങനെ സാധനം അന്വേഷിച്ചെടുക്കില്ലല്ലോ. ഇങ്ങനെ വരുമ്പോൾ ആ സാധനം കണ്ടു, സാധനം മേടിച്ചു, അതെ ഞാൻ അന്വേഷിക്കുന്ന സാധനം എന്തെങ്കിലും ഇരിക്കുന്നു, അപ്പോൾ എടുത്ത് പോകണം. വിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. അതും കാറ്റഗറിയിലായിരിക്കണം. അപ്പം നമ്മൾ ഒരു അരിക്ക് ഒരു കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരി പാലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ആ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നേരെ അരിയുടെ ഏരിയയിലേ പോവുള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിസിബിലിറ്റി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ഓഫ് ഷെൽഫ് ഡിസ്പ്ലേകളാണ്. അമേസിങ് ഡിസ്പ്ലേകൾ കണ്ടു കഴിഞ്ഞാൽ ഷെൽഫ് ടോക്കറൊക്കെ വെച്ച് നല്ല ഡിസ്പ്ലേകൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇതെന്തെങ്കിലും കൂട്ടിയിട്ടെടുക്കണത് എന്തോ ഓഫറുണ്ടല്ലോ. അപ്പോൾ അവിടെ ഡിസ്പ്ലേ വമ്പിച്ചോ വില കുറവ്, അല്ലെങ്കിൽ മറ്റേ ഓഫർ, അത് ഓഫർ ബൈ 1 get 1 ഫ്രീ, അല്ലെങ്കിൽ 3 ലിറ്റർ ഫോർ ദ പ്രൈസ് ഓഫ് 2 ലിറ്റർ. അങ്ങനെ പല പ്രൊമോഷൻസുകളും ഉണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ വക പല പ്രൊമോഷൻസും വരും. അതിൻ്റെ ഈ ഒരു നമ്മൾ സൈക്കോളജി ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സെയിൽസ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. കളറ് അല്ലേ, പിന്നെ ഫോണ്ടിന്റെ വലുപ്പം, കളർ വളരെ ഇമ്പോർട്ടൻ്റ്. ആൾക്കാർ ഗോൾഡ് ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയാൽ മറ്റേ ഗോൾഡായിട്ട് ബന്ധങ്ങൾ ഉള്ള കളറായിരിക്കും മിക്ക പാക്കറ്റിലും വരുന്നത്. ആൾക്കാരെ കണ്ണിൽ ഗോൾഡ് പെട്ടെന്ന് പിടിക്കും. അതെ. അപ്പോൾ അങ്ങനെ അതിലും വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ പല ട്രിക്കുകളും ഉണ്ട് അതിൽ. പല ലൈറ്റിങ്ങും ഉണ്ട്. പിന്നെ കസ്റ്റമറെ ഇപ്പോൾ ഉദാഹരണത്തിന് പാല് ഐറ്റംസ്, മുട്ട ഐറ്റംസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് അതൊക്കെ ഏറ്റവും ബാക്കിലാണ് കൊണ്ട് നിൽക്കുക. കാരണം അവിടം വരെ ആൾക്കാരെ നടത്തിക്കുക എന്നുള്ളതാണ്. അവിടം വരെ നടക്കുമ്പോൾ മറ്റു സാധനങ്ങളും ആ ഈ ഡിസ്പ്ലേ ഒക്കെ കണ്ട ആൾക്കാർ ഇമ്പൾസ് ആയിട്ട് മറ്റുള്ള സാധനങ്ങൾ മേടിക്കും. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ഇതിൽ സെയിൽസിൽ വരുന്നുണ്ട്. അതെ. പല പ്ലാനിങ്ങുകളും. ഒരു ഇൻസ്റ്റോർ മാത്രമല്ല, ഒരു ഷോപ്പിംഗ് മോൾ ആണെങ്കിൽ അവിടെ ഉണ്ട് കുറെ ടെക്നിക്സ്. എല്ലാവരും പ്രൊഫഷണൽസാണ്. എല്ലാവരും റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും എല്ലാ വിഷയത്തിലും റിസർച്ച് ചെയ്തിട്ട് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അക്കാദമിക് പരമായിട്ട് എല്ലാവരും പഠിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സിസ്റ്റം. അതാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. എല്ലാത്തിനും അതിൻ്റെതായ ട്രെയിനിങ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പം ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളൊരു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ്ങുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതെ. ഒരു നല്ല സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിബ്യൂഷൻ അവൻ്റെ കസ്റ്റമർ എണ്ണം കൂട്ടുക, അവൻ്റെ പ്രൊഡക്റ്റ് എല്ലായിടത്തും എത്തിക്കുക, എല്ലായിടത്തും എത്തിക്കുക. ചിലപ്പോൾ ചില സ്ഥലത്ത് നിന്ന് കുറച്ച് കച്ചവടം കുറവായിരിക്കാം. പക്ഷെ എന്നാലും അവിടെ എന്താ പറയുക, അവിടെ ഒരു മാർക്കറ്റ്, ഒരു വിസിബിലിറ്റി അവന് അവിടെ കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രസൻസ്, അവൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രസൻസ് ആ ഏരിയയിലുണ്ടാവും. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. അതേ സാധനം തന്നെ ആ കസ്റ്റമർ ആ കൺസ്യൂമർ വേറൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇതെല്ലാം ഞാൻ അവിടെ കണ്ട്, അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസിങ് കൂട്ടുക എന്നുള്ളത്, പ്രൈസിങ് നമ്മൾ കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത് ഷുഡ് ബി ബിലോ ഓർ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളെ ഓഫ് ഷെൽഫ് ഡിസ്പ്ലേകൾ ആണ് എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അത് ഇത് 3-4 ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ബേസിക്. ഇത് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സ്റ്റോറിൽ പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് അവനൊരു കറക്റ്റ് സെയിൽസ്മാൻ ആവുന്നത്. അപ്പോൾ അടിപൊളി സെഷനായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഹെൽപ്പ് വേണമെങ്കിൽ കോൺടാക്ട്, എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളും ഐഡിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ താഴെ ഷെയർ ചെയ്യാം. വിൽ ബി വെരി മച്ച് ഹാപ്പി. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടങ്ങിയിട്ടുള്ളൂ, ഏറെ ദൂരം നമുക്ക് നടക്കാനുണ്ട്. നമ്മളെ ഒരു 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളെ. അത് പഴയ മെത്തേഡും പുതിയ മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് മെത്തേഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോകളുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.